താങ്ക് ഗോഡ്, സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഒരു നീക്കുപോക്കില്ല, ഒന്നിനും. ഒരു വല്ലാത്ത അവസ്ഥയിൽ അത് സ്റ്റക്കായി നിൽക്കുക അല്ലേ. മുൻപോട്ട് പോകാനും പറ്റുന്നില്ല, ഇനി ഇട്ടിട്ട് രക്ഷപ്പെടാമെന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. ആണേ, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. ആ ജോലി സ്ഥലത്ത് വളരെ പ്രതീക്ഷയോടെ കടന്നുപോയി. ഒത്തിരി ആഗ്രഹങ്ങൾ, ഒത്തിരി ആവശ്യങ്ങൾ, പക്ഷേ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ അങ്ങ് മുമ്പോട്ട് പോകുന്നില്ല. ഒരു മരവിച്ച അവസ്ഥ, അത് തന്നെ, ഒരു മരവിച്ച അവസ്ഥ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു. ഇതുവരെ ഒരു വീടായിട്ടില്ല, മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കുവാനുള്ളത് ചേർത്ത് വയ്ക്കുവാൻ പറ്റിയിട്ടില്ല, ബാധ്യതകൾ ഇതുവരെ കൊടുത്തു തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ജോലി ഇല്ലാതിരുന്നപ്പം എങ്ങനെയൊക്കെയാണോ അതുപോലെ തന്നെ കടവും, പലരുടെ മുമ്പിൽ കൈവായ്പ വാങ്ങുന്നതും, പലരുടെ സഹായം കൊണ്ട് നിലനിന്ന് പോകുന്നതുമായ ഒരു വല്ലാത്ത അവസ്ഥ. വന്നു പെട്ടുപോയി. രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഒരു മാർഗവുമില്ല. പലപ്പോഴും ചിന്തിക്കുന്നുണ്ടല്ലേ, ഇതിലും ഭേദം നാട്ടിലാണെങ്കിൽ. അല്ലേ സഹോദരി, വരണ്ടായിരുന്നു ആ റൂമിനകത്തിരുന്ന്. എല്ലാവരും പറയുന്നേ, അയ്യോ അവൾ അവിടെയാ, ജോലിക്കറിയാം, ഭയങ്കര സംഭവം. പക്ഷേ കരയാത്ത രാത്രികളുണ്ടോ? ലൈസൻസ് കിട്ടിയിട്ടില്ല, ആ ടെസ്റ്റ് എഴുതി പാസ്സാകുവാൻ കഴിഞ്ഞിട്ടില്ല, വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിലാണ് നിൽക്കുന്നേ. അത് ആർക്കും അറിയത്തില്ല. എന്തിന്? നിന്റെ പ്രിയപ്പെട്ടവർക്ക് പോലും മനസ്സിലായിട്ടില്ല. അവരാവശ്യങ്ങളുമായിട്ട് നിൽക്കുക. അത് വേണം, ഇത് വേണം, ഇഞ്ഞി താ. നിന്റെ അവസ്ഥ, അയ്യോ ഈ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ, ഈ ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ, ആ പേപ്പർ ശരിയായില്ലെങ്കിൽ, അല്ലേ, എന്ത് ചെയ്യണമെന്നറിയാത്ത, ഒന്നിനും ഒരു നീക്കുപോക്കുണ്ടാകാത്ത അവസ്ഥ. വളരെ പ്രതീക്ഷയോടെ വിവാഹം കഴിഞ്ഞ് ആ ഭവനത്തിലേക്ക് കടന്നുപോയി. ഒരു നരക ജീവിതം. നേരെയാക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ നേരെയാകുന്നില്ല. എന്നാൽ ഇട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. വന്ന് പെട്ടുപോയില്ലേ, അയ്യോ ഈ നരകത്തിൽ വന്ന് പെട്ടുപോയില്ലേ. അല്ലേ സഹോദര, ജീവിതത്തിലൊരു അതെ, എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കും അങ്ങനെ പ്രതീക്ഷിച്ച കല്യാണത്തിലേക്ക്. പക്ഷേ നല്ലതിൻ്റെ സ്ഥാനത്ത് പറയണ്ട, മക്കളായില്ലെങ്കിൽ ചിലർ പറയാ ചാവാൻ പോലും പറ്റുന്നില്ല. ആ ഒരവസ്ഥയിലായിപ്പോയി. ഒന്നുകിൽ ആരോഗ്യം വേണം, അല്ലെങ്കിൽ ചത്തുപോകണം, അല്ലേ. ആ രോഗവുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുക, ഒരു നീക്കുപോക്കില്ല. ഒരു ഡോക്ടറെ കാണുമ്പോൾ പ്രതീക്ഷിക്കും, ഇതോടെ രോഗം മാറും, ഇനി സന്തോഷമായിട്ട് ജീവിക്കാം. രക്ഷയില്ല, അടുത്ത ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പിന്നെ മരുന്ന് പരീക്ഷണം നടത്തുന്നു. പലരും ഗിനിപ്പന്നികളായി മാറിയിരിക്കുന്നു. മരുന്ന് പരീക്ഷണമാണ്, ഡോക്ടർമാരുടെ മരുന്ന് പരീക്ഷണമാണ്. രക്ഷയില്ല, ചാവുന്നുമില്ല. അയ്യോ, ഇതോടെ ഈ പിള്ളേർ രക്ഷപ്പെടും. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെയൊന്നും മുമ്പോട്ട് പോയാൽ പറ്റത്തില്ല, ഇങ്ങനെയൊന്നും പഠിച്ചാൽ പറ്റത്തില്ല. ഇന്നത്തെ ലോകം അങ്ങനെ ഫാസ്റ്റായിട്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അവരുടെ പരാജയങ്ങളെ മുൻനിർത്തി തന്നെ. അപ്പോഴവർ തലകുലുക്കും. എല്ലാം മനസ്സിലായി, അയ്യോ നെഞ്ചിനകത്തൊരു കുളിരായില്ലേ, ചേർത്ത് പിടിക്കും. ഉള്ളിലൊരു ചിന്ത വന്നു, ഇനി ഇവർ രക്ഷപ്പെടും. പക്ഷേ എവിടെ, പഴയ ഗതി തന്നെ. വെറുതെയാ കടം വാങ്ങിയത്, പലിശയ്ക്കെടുത്തതും, സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ച് മക്കളെ പഠിപ്പിച്ച്. വയ്യ, അവരായിരിക്കുന്ന അവസ്ഥ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു നീക്കുപോക്കുമില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ കഷ്ടത അനുഭവിച്ചു. ആ കഷ്ടത ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു. അവരും ആ കഷ്ടതയിലൂടെ കടന്നു പോകാൻ പോകുന്നു. അയ്യോ, ഒന്നിനും ഒരു നീക്കുപോക്കുമില്ല. സ്റ്റക്കായി നിൽക്കുക. വലിയ പ്രതീക്ഷയോടെ ആ സ്ഥാപനം തുടങ്ങിയതാ ആണ്. പക്ഷേ ഇന്ന് എങ്ങനെയെങ്കിലും അതൊന്ന് പൂട്ടിപ്പോയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുക. എന്തോ ഒരു ആഗ്രഹങ്ങളായിരുന്നു, എന്തോ ഒരു സ്വപ്നങ്ങളായിരുന്നു, അല്ലേ. ഒന്ന് പൂട്ടിപ്പോയാൽ മതി. ബാധ്യത വന്ന് കയറിക്കൊണ്ടിരിക്കുക, കടത്തിന് മേൽ കടം കയറുന്ന അവസ്ഥ. പ്രാർത്ഥിച്ചെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥ. സ്തോത്രം. അത് ചുറ്റുപാടുമുണ്ട്, നല്ലതൊക്കെ ചുറ്റുപാടുമുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ലതുണ്ട്. ജോലി സ്ഥലത്ത്, ആ രാജ്യത്ത്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നല്ലതുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളുണ്ട്, മക്കളുടെ ജീവിതങ്ങളുണ്ട്, മക്കൾക്ക് നല്ല ഭാവിയുണ്ട്.
എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും നേടിയെടുക്കുവാൻ കഴിയുന്നില്ല. ഒരു മരവിച്ച ഫ്രീസായി നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ വല്ലാതെ ഭാരപ്പെട്ട് വല്ലാതെ നിരാശയോടെ മനസ്സും മടുത്തായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ഈ പകലിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീക്കുപോക്കുണ്ട്. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നീക്കുപോക്കുണ്ട്. സങ്കീർത്തനം 68:20 വാക്യത്തിൽ ഭക്തനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നിങ്ങളോട് അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളത് തന്നെ. നീക്കുപോക്കുകൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു നീക്കുപോക്ക് വരുത്തുവാൻ, ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. പലപ്പോഴും പലരും ചോദിക്കും, ദൈവദാസരെ, ഞങ്ങളുടെ ഈ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? പലരുടെയും സങ്കടം അതാണ്. ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥ, ഈ പരിതാപകരമായ അവസ്ഥ, മുമ്പോട്ട് പോകാനും പിന്നിലേക്ക് പോകാനും ഇട്ടിട്ടോടി രക്ഷപ്പെടുവാനും കഴിയാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നൊക്കെ നീക്കുപോക്കുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആ വാക്യത്തിന്റെ ആരംഭം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ, മരവിച്ച അതെ നിങ്ങളായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നീക്കുപോക്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, സഹോദര, എല്ലാം അവസാനിച്ചു. ഇനി മുൻപിലൊന്നുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നീ ആയിരിക്കുന്ന, മുമ്പോട്ടും പുറകോട്ടും വിടാതെ നിന്നെ ബന്ധിച്ചൊതുക്കിയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നീക്കുപോക്ക് വരുത്തുവാൻ എൻ്റെ ദൈവത്തിൽ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവിടെ തന്നെ ആ രാജ്യത്തിൽ തന്നെ മുൻപോട്ട് പോകുവാൻ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ സ്റ്റക്കായി നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നീ മുമ്പോട്ട് പോകുവാൻ പോകുക. അവിടെ നീ ആഗ്രഹിച്ച ആ ജോലി, യേശുവിൻ നാമത്തിൽ നീ ആഗ്രഹിച്ച ആ വരുമാനം, ആ തൊഴിൽ സാഹചര്യം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇന്ന് നിന്റെ ഈ അവസ്ഥയ്ക്ക് നീക്കുപോക്കുണ്ടാകുക. ആമേൻ, ആമേൻ, ആമേൻ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. തൊഴിലില്ലായ്മയുടെ ഈ അവസ്ഥയ്ക്ക് നീക്കുപോക്കുണ്ടാകുക. വരുമാനമില്ലായ്മയുടെ അവസ്ഥയ്ക്ക് നീക്കുപോക്കുണ്ടാകുക. ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ അധ്വാനത്തിനൊത്തവണ്ണം കയ്യിൽ കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്ന, ഞരങ്ങിയായിരിക്കുന്ന അവസ്ഥയ്ക്ക് നീക്കുപോക്കുണ്ടാകുക. സഹോദരി, നിന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ ആ ജോലി ചെയ്യുന്നത് നിന്റെ ഭവനത്തിലേക്ക് എത്തുന്നില്ല. ആ അവസ്ഥയ്ക്ക് നീക്കുപോക്കുണ്ടാകുവാൻ പോകുക. അവൻ ജോലിക്കാരനായിരുന്നിട്ട് പലർക്കും അസൂയ തോന്നുന്ന സ്ഥാനത്ത് അവനായിരുന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന, തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന നിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് നീക്കുപോക്ക് തരിക. യേശുവിൻ നാമത്തിൽ ആ മരവിച്ച അവസ്ഥയ്ക്ക് താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. വല്ലാത്തൊരവസ്ഥയാ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ചാകേണ്ടതാണ്. ഇങ്ങനെ ഒരു നരകിച്ച ജീവിതം ജീവിച്ച് തീർക്കുന്നതിനേക്കാൾ ചാകുന്നതാണ് നല്ലത്. പക്ഷേ പേടിയാണ്, ചാകാൻ പേടിയാണ്. മക്കളുണ്ട്, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ. എന്ത് ചെയ്യും? അതുകൊണ്ട് ജീവിക്കുന്നു. എങ്ങനെയെങ്കിലും ഇട്ടിട്ട് ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എവിടേക്ക് പോകും? വിവാഹം കഴിച്ചയച്ചതോടെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ബാധ്യത ഇറക്കി വെച്ച സന്തോഷത്തിലായിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയാ. പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ പ്രതീക്ഷയോടെ അവരുടെ പുതിയൊരു ഭാവിക്കായി ഒരു വ്യക്തിക്ക് കരം പിടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബാധ്യത ഇറക്കി വെച്ച മനോഭാവമാകരുത്. അവൾക്ക് വേണ്ടി നിങ്ങളുടെ ഭവനത്തിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുക. വിവാഹം കഴിയുന്നതോടെ അവൾക്കൊരു പുതിയ ഭവനം കിട്ടിയെന്നല്ല, അവൾക്കൊരു പുതിയ ഭവനം കൂടെ കിട്ടി, ഒന്ന് കൂടുതൽ കിട്ടിയെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അർത്ഥം അവൾക്കുണ്ടായിരുന്നതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. വിവാഹം കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ അപ്പനല്ലാതാകുന്നില്ല, അമ്മയല്ലാതാകുന്നില്ല, സഹോദരങ്ങളല്ലാതാകുന്നില്ല. ആ സ്ഥാനത്തിനൊപ്പം അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് പുറമേ ആയിരിക്കണം അവൾക്ക് കിട്ടുന്നതെല്ലാം. അങ്ങനെയെങ്കിൽ അവൾ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന, ആഗ്രഹിച്ചതും കൊതിച്ചതുമൊന്നും നേടിയെടുക്കുവാൻ കഴിയാതെ വരുന്ന ചില ജീവിത സാഹചര്യങ്ങളുടെ കയ്പ് നിറഞ്ഞ അനുഭവത്തിൽ ആരുമില്ല, ഒന്നുമില്ല എന്ന് വെച്ച് മരണത്തെ പുൽകുവാൻ ഇറങ്ങിത്തിരിക്കത്തില്ല. എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിൽ എൻ്റെ ഭവനത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവ്
അവളുടെ സുരക്ഷിതത്വമാണ്. അത് നിങ്ങൾ തല്ലിക്കെടുത്തി കളയരുതേ. അതേ, ഓടി രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നീക്കുപോക്കുണ്ട്. മരണം കൊണ്ടല്ല, ആമേൻ, നിന്റെ ഓടിപ്പോക്ക് കൊണ്ടല്ല, നീക്കുപോക്കുണ്ട്. മാറ്റേണ്ടതിനെ മാറേണ്ടതുപോലെ മാറ്റി നിന്റെ ജീവിതത്തിനൊരു നീക്കുപോക്ക്, ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു നീക്കുപോക്ക് എൻ്റെ കർത്താവ് തരിക. യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തി. ലോകത്താൽ, ചില മനുഷ്യരാൽ, ചില വ്യക്തികളാൽ പിടിക്കപ്പെട്ട നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തി എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിനൊരു നീക്കുപോക്ക് തരിക. യേശുവിൻ നാമത്തിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോകുക. മരവിച്ചായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക്, വികാരങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ മരവിച്ചായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുവാൻ പോകുക. നീ സന്തോഷിച്ചു തുടങ്ങുവാൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ പോകുക. നീക്കുപോക്കുണ്ട്, കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ട്. യേശുവിൻ നാമത്തിൽ. അത് കോടതിയിൽ നടക്കത്തില്ല, അത് മീഡിയേഷൻ റൂമിൽ നടക്കത്തില്ല, അത് ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും മധ്യത്തിൽ, ആ വലിയ ടീമിന് മധ്യത്തിൽ, ഓ സ്തോത്രം, അവിടെ നടക്കത്തില്ല. എൻ്റെ കർത്താവിൻ്റെ പക്കൽ, ഓ സ്തോത്രം, എൻ്റെ കർത്താവിൻ്റെ പക്കൽ നീക്കുപോക്കുണ്ട്. നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് ജീവിക്കുവാൻ പോകുക. അതിന് തടസ്സമായി നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരങ്ങൾക്കിടയിൽ വിഷം ചീന്തിയ ചില സർപ്പശക്തികളെ, ചില അണലി സന്തതികളെ കർത്താവിന്ന് തകർക്കുക. ദൂത നിന്റെ കുടുംബത്തെ കലക്കിയ സഹോദര സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തെ നാശമാക്കി തീർത്ത ചില സർപ്പശക്തികളെ കർത്താവ് തകർക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ തകർച്ച നീ കാണുവാൻ പോകുക. നിന്റെ തകർച്ച കാണുവാൻ പലതും പറഞ്ഞ് പലതും ചെയ്തു നോക്കി നിൽക്കുന്ന അവരുടെ തകർച്ച യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. മാതാവേ, പിതാവേ, നീക്കുപോക്കുണ്ട്, ഈ അവസ്ഥയ്ക്ക് നീക്കുപോക്കുണ്ട്. ആ പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഓ സ്തോത്ര, മധ്യത്തിൽ മയക്കുമരുന്ന്, ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളും പിടിക്കപ്പെട്ട നിന്റെ തലമുറകളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു നീക്കുപോക്കുണ്ട്. മക്കളെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ മരവിച്ച് നീ നിൽക്കുന്ന അവസ്ഥ, ഒന്നും പറയുവാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥ, തലകുനിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, ആ അവസ്ഥയ്ക്കൊരു നീക്കുപോക്കുണ്ട്. യേശുവിൻ നാമത്തിൽ. ചത്തുകളയണം എന്ന് തോന്നുന്ന ആ മരണത്തിലേക്കല്ല, നീ ആഗ്രഹിക്കുന്ന ആ മരണത്തിൽ നിന്ന് നിന്നെ ഉദ്ധരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ആ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ രോഗശയ്യയിൽ നിന്ന് സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതേ, ആരോഗ്യക്കിടക്ക നിന്റെ അവസാനമല്ല. ഡോക്ടർമാരുടെ വാക്കുകളിൽ നീ അത് തിരിച്ചറിയുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകളിൽ നിനക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ബന്ധുക്കളുടെ ചാർച്ചക്കാരുടെ സംസാരങ്ങളിൽ അടക്കിപ്പിടിച്ച അതെ ആ കുശുകുശുക്കലുകളിൽ നിനക്കത് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ഇത് ആ തീരുമാനമാകുവാൻ പോകുന്നു. ആ മരണത്തിൽ നിന്ന്, നീ പ്രതീക്ഷിക്കുന്ന ആ മരണത്തിൽ നിന്ന്, ആ രോഗമുഖാന്തരം ആ മരണത്തിൽ നിന്ന് ദൈവം നിന്നെ ഉദ്ധരിക്കും. യേശുവിൻ നാമത്തിൽ ആ മരണത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. ഓ താങ്ക് ഗോഡ്. ആ ആശുപത്രി കിടക്കയിൽ, ആ രോഗക്കിടക്കയിൽ നീ ഒടുങ്ങി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഉദ്ധാരണങ്ങളുടെ ദൈവം നീക്കുപോക്ക് തരും. ആ സ്ഥാപനം പൂട്ടിപ്പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. അർത്ഥം, കടകയറി നീ മുടിഞ്ഞു പോകുമെന്നല്ല. നീ എന്ത് പ്രതീക്ഷിച്ചാണോ ആ സ്ഥാപനം ആരംഭിച്ചത്, ആ നിലയിലേക്ക് ഒരു ഉദ്ധാരണം നിന്റെ ആ സ്ഥാപനത്തിൽ, നിന്റെ ആ ബിസിനസ്സിൽ യേശുവിൻ നാമത്തിൽ ഒരു ഉദ്ധാരണം എൻ്റെ ദൈവം തരിക. അത് പൂട്ടിപ്പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ ആത്മീയ ജീവിതത്തിനൊരു ഉദ്ധാരണം, വീണുപോയ തകർന്നുപോയ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു ഉദ്ധാരണം, നിന്റെ ശുശ്രൂഷ ജീവിതത്തിന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വളരെ ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ഒരു നീക്കുപോക്കില്ല. അങ്ങനെ നിൽക്കുക. അയ്യോ, ഇറങ്ങിത്തിരിച്ചു, എല്ലാവരും അറിയുകയും ചെയ്തു, ഇട്ടിട്ട് വേറെ വല്ല പണിക്ക് പോകും. അയ്യോ, പറ്റാത്തൊരവസ്ഥയാണ് ദേവദാസനെ. അത് മുഖാന്തരം വീട്ടിനകത്ത് പ്രശ്നമാണ്. പുറത്തുള്ള ദൈവമില്ല എന്ന് പറയുന്നവരെക്കാൾ വലിയവരൊക്കെ വീട്ടിനകത്തുണ്ടായി. നിന്റെ മക്കൾ തന്നെ നീക്കുപോക്കില്ലാത്തത് കൊണ്ടാണ്. അതിന് കർത്താവ് നീക്കുപോക്ക് തരുവാൻ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോ മരണത്തിൽ നിന്നുള്ള, മരണകരമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവത്തിന്റെ പക്കൽ ഉണ്ട്. അതിന് വ്യാപ്തി എത്രത്തോളം എന്നറിയണമെങ്കിൽ ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പിന്നെയും പറയും. തൻ്റെ ആദ്യ വാക്കുകളിലൂടെ തന്നെ ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നോക്കിയേ, 68-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എങ്ങനെയാണ് നീക്കുപോക്കുണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത്? സ്തോത്രം. ദൈവം എഴുന്നേൽക്കും. ഓ താങ്ക് ഗോഡ്.
ദൈവം എഴുന്നേൽക്കുവാൻ പോകുക. നിനക്ക് വേണ്ടി സഹോദര ആ ജോലി സ്ഥലത്ത് ദൈവം എഴുന്നേൽക്കുവാൻ പോകുക. നിന്റെ തൊഴിലിടത്തെ നിനക്ക് നരക തുല്യമാക്കി മാറ്റുന്ന ആ ശത്രുക്കൾ ചിതറിപ്പോകുവാൻ പോകുക. യാസ്, അതാ സഹോദരി നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി സഹോദര സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി ജീവിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ആ ശത്രുക്കളുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ഓ സ്തോത്രം. നീ പ്രതീക്ഷിക്കുന്നുണ്ട്, ആരെനിക്ക് വേണ്ടി ഇവരോടൊക്കെ പറയും ഒന്ന് വായടയ്ക്കാൻ, ഈ പ്രശ്നത്തിൻ്റെ ആളി കത്തിപ്പിക്കല്ലേ, ഈ തീ ആളി കത്തിപ്പിക്കല്ലേ. എന്തെങ്കിലും ഒരു ചെറിയത് കിട്ടാൻ കാത്തിരിക്കുക. ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുവാൻ, ഭാര്യയോട് പറഞ്ഞു കൊടുക്കാൻ. അയ്യോ, ദൈവം എഴുന്നേൽക്കുക നിനക്ക് വേണ്ടി. അവർ ചിതറിപ്പോകുവാൻ പോവുക. നേരത്തെ പറഞ്ഞില്ലേ, ആ ദൂതിങ്ങനെയാണ് സംഭവിക്കുന്നേ. അവർ ചിതറിപ്പോകും. നിന്റെ ശത്രു എത്ര പ്രബലനായിരുന്നാലും, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു എത്ര പ്രബലനായിരുന്നാലും അവൻ ചിതറിപ്പോകുവാൻ പോവുക. ഓ താങ്ക് ഗോഡ്. നിന്നെ രോഗിയാക്കി തീർക്കുന്ന ശത്രുവും പിശാചോ മനുഷ്യരോ പലരും ശാരീരികമായിട്ടല്ല രോഗിയായിരിക്കുന്നു, മറിച്ച് മാനസികമായി രോഗിയായിരിക്കുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം ആണേ മാതാവേ. മക്കളുടെ ജീവിതത്തിലെ പെരുമാറ്റം, മക്കളുടെ അവസ്ഥ, അത് നിന്നെ വല്ലാത്ത മാനസിക സംഘർഷത്തിന് അടിമയാക്കിയിരിക്കുന്നു. ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്, ഉറക്കമില്ല, എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല, ചുമ്മാ അതിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അവസ്ഥ മാറുക. യേശു എഴുന്നേൽക്കുക. നിനക്ക് വേണ്ടി യേശു എഴുന്നേൽക്കുക. ആമേൻ ആമേൻ. ആ അവസ്ഥ, ആ ഡിപ്രഷൻ്റെ അവസ്ഥ മാറ്റുവാൻ, മാനസികമായ ആ രോഗത്തിൻ്റെ അവസ്ഥ മാറ്റുവാൻ, സ്തോത്രം, ആ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ മാറ്റുവാൻ യേശു എഴുന്നേൽക്കുക. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ശത്രുക്കൾ ചിതറിപ്പോകും. നിന്റെ തലമുറകളെ വലിച്ചു കൊണ്ടുപോകുന്ന മോശ കൂട്ടുകെട്ടുകളിൽ പിടിച്ചിടുന്ന എന്ന് വെച്ച് നിന്റെ തലമുറകൾ അത്ര ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ. പക്ഷേ നീ പ്രാർത്ഥിക്കുന്നവളായതുകൊണ്ട്, പിതാവേ നീ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് നിന്റെ മക്കളെ എൻ്റെ കർത്താവ് വിട്ടുകളയത്തില്ല. കർത്താവ് അവരെ കൈവിടത്തില്ല. സ്തോത്രം. നിന്റെ പ്രാർത്ഥന കണ്ടില്ല എന്ന് നടിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയത്തില്ല. നിന്റെ നിലവിളി അവൻ കേൾക്കുന്നുണ്ട്. മാതാവേ നിന്റെ ചങ്ക് പൊട്ടിയുള്ള നിലവിളി അവൻ കേൾക്കുന്നുണ്ട്. പിതാവേ പുറത്ത് കാണിക്കുവാൻ കഴിയാതെ ഉള്ളം കൊണ്ട് കരയുന്ന നിന്റെ കണ്ണുനീരിൻ്റെ ദൈവം കാണുന്നുണ്ട്. അവൻ എഴുന്നേൽക്കും. ഓ താങ്ക് ഗോഡ്. അവരുടെ ഈ അവസ്ഥ മാറുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എഴുന്നേൽക്കും. അവരെ പുറത്തു. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു നീക്കുപോക്ക്, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് അതിന് തടസ്സമായി നിൽക്കുന്ന ആമേൻ സ്തോത്രം, ആ തടസ്സങ്ങളെ കർത്താവ് മാറ്റുക. ആ ഫ്രീസായി നിൽക്കുന്ന അവസ്ഥ അത് മാറിപ്പോവുക. ആമേൻ. അവസ്ഥ മാറുക. ദൈവം എഴുന്നേൽക്കും. എഴുന്നേൽക്കുമ്പോൾ ചുറ്റുമുള്ള ശത്രുക്കൾ ചിതറിപ്പോകും. ഒപ്പം ഒരു കാര്യം കൂടെ, ആ രണ്ടാമത്തെ വാക്യത്തിലേക്ക് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണ്ട്, പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിപ്പിക്കുന്നു. ആര്? ദൈവം. നിങ്ങളുടെ ശത്രുക്കളെ പുകയെ ഇങ്ങനെ, ഇത് നമ്മൾ പുതിയ കുറച്ചേ പോകത്തുള്ളൂ, പക്ഷേ കാറ്റടിച്ചാലോ പുക പതറി അലിഞ്ഞ് ഇല്ലാതായിത്തീരും. നോക്കും. എവിടെ? എൻ്റെ ശത്രുക്കൾ എവിടെ? കാണത്തില്ല. ആ ജോലി സ്ഥലത്ത് നിന്റെ ശത്രുക്കളെ സഹോദര സഹോദരി നീ നോക്കും, കാണത്തില്ല. നിന്റെ കുടുംബജീവിതത്തിനകത്ത് സഹോദരി നിന്റെ ശത്രുക്കളെ നോക്കും, കാണത്തില്ല. നിങ്ങളുടെ മക്കളുടെ ശത്രുക്കളെ നോക്കും, കാണത്തില്ല. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ ശത്രുക്കളെ നോക്കും, കാണത്തില്ല. പതറിപ്പോകും, അലിഞ്ഞില്ലാതായിത്തീരും. അത് തന്നെ നോക്കൂ, തീങ്കൽ മെഴുക് ഉരുകി മാറുന്നത് പോലെ, ഇവിടെ ശ്രദ്ധിക്കണമേ. ഞാൻ മെസ്സേജ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, മരവിച്ച അവസ്ഥ എല്ലാം ചുറ്റുമുണ്ട്, പക്ഷേ ഒന്നും പോയി പ്രാപിക്കാൻ പറ്റുന്നില്ല. ജോലി സാഹചര്യം, നല്ല ജോലി സാഹചര്യം അവിടെ ഉണ്ട്, ആ രാജ്യത്ത് ഇല്ലേ, ആ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട്, നല്ലപോലെ ജീവിക്കുന്നവരില്ലേ ഉണ്ട്. പക്ഷെ നിനക്ക് പറ്റുന്നില്ല, കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. അല്ലേ സഹോദരി? നല്ല കുടുംബജീവിതത്തിന് പറ്റിയ അന്തരീക്ഷത്തിലേക്കാണ് നീ പോയത്. പലരും അസൂയോടെ പറയുന്നുണ്ട്, പക്ഷെ നിനക്ക് അങ്ങനെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല, കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. നിങ്ങളുടെ മക്കൾ എല്ലാം അനുകൂലമാണ്, അവർക്ക് വേണ്ടി നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് അനുകൂലമായി അനുഭവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. സർട്ടിഫിക്കറ്റുകളൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷേ നല്ല ജോലി കിട്ടുന്നില്ല, രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടുന്നില്ല. ഇനി തുറന്നു കിട്ടിയാൽ തന്നെ അവിടെ പോയി അങ്ങനെ സ്റ്റക്കായി നിൽക്കുക, ഒരു അനക്കവുമില്ല. അത് തന്നെ അല്ലേ? അതൊരു കെട്ടപ്പെട്ട അവസ്ഥയാണ്. പിശാച്
കെട്ടി ബന്ധിച്ചിരിക്കുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, ജോലിയില്ല. കാരണം കണ്ടെത്തുവാൻ കുടുംബജീവിതത്തിനകത്ത് പറയത്തക്ക ഒരു കുഴപ്പമില്ല, ഭർത്താവിന് കുഴപ്പമില്ല, ഭാര്യയ്ക്ക് കുഴപ്പമില്ല, ബന്ധുക്കൾക്ക് കുഴപ്പമില്ല, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സന്തോഷമില്ല, സമാധാനമില്ല, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ജോലി സാഹചര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്, ജോലിയുണ്ട്, പക്ഷേ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കുവാൻ കഴിയുന്നില്ല. എന്തെങ്കിലും രോഗമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു രോഗമില്ല, ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ നീ എപ്പോഴും രോഗിയാണ്. ആണേ, കെട്ട് കാണാൻ പറ്റുന്ന കെട്ടല്ല, എങ്കിൽ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയനെ. കാണുവാൻ കഴിയാത്ത കെട്ട്, പിശാച് കെട്ടിയ കെട്ട്, ശത്രു പിശാചിന്റെ പ്രവർത്തികളാൽ നിങ്ങളെ കെട്ടിയ കെട്ട്. എന്താ? മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും ആഭിചാരങ്ങളും. അതേ, അങ്ങനെ കെട്ടിയ കെട്ട്. താങ്ക് ഗോഡ്. അത് മുഖാന്തരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലം തീങ്കൽ മെഴുക് ഉരുകി മാറുന്നത് പോലെ അത് ഉരുകി മാറിയ യേശുവിൻ നാമത്തിലും ആ കെട്ടുപൊട്ടുക. മന്ത്രവാദ ശക്തികളാൽ നിങ്ങളെ കുരുക്കി കിടത്തിയിരിക്കുന്ന ആ കെട്ട് പൊട്ടുക. ആഭിചാരങ്ങളാൽ നിങ്ങളെ കുരുക്കി കിടത്തിയിരിക്കുന്ന ആ കെട്ട് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ, നന്മ പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നും അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ കെട്ടി ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പൊട്ടിമാറുക. നീക്കുപോക്കുണ്ട്. അമേൻ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹ ബാങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാ മാസങ്ങളിലെയും അവസാന ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാനും കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന ശത്രുവിനെ ജയിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ അവസ്ഥയ്ക്കൊരു നീക്കുപോക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായൊരു പ്രയർ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക. അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. അടുത്തുള്ളവർക്ക് കടന്നു വന്ന് നേരിട്ട് സംബന്ധിച്ച് വിടുതൽ പ്രാപിക്കുവാനും കഴിയും. ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് വിടുതൽ പ്രാപിക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രൈസർ ഫാമിലി പ്രാർത്ഥിക്കുന്നു. ലൈവിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കടന്നു വരിക. നിങ്ങളുടെ അത്ഭുതങ്ങളുടെ ദിവസമായി ആ ദിവസങ്ങൾ മാറട്ടെ. എന്നാൽ കണ്ടോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസം മുൻപോട്ട് പോകുവാൻ, പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ഒതുക്കിക്കളഞ്ഞ, ഒന്നിനും ഒരു നീക്കുപോക്കില്ലാത്ത അവസ്ഥ, ആ മരവിച്ച അവസ്ഥ അപ്പനങ്ങ് നീക്കം വരുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. മാനുഷ്യവുമായി പൈശാചിയുമായി ശത്രു കെട്ടി ഉയർത്തി കോട്ടകൊത്തളങ്ങളെ അങ്ങ് തകർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. അടിയനെ കേൾക്കുന്നവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആ ബന്ധനം വഴിയട്ടെ. രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ. ശാരീരികമായുള്ള രോഗങ്ങൾ, മാനസികമായുള്ള രോഗങ്ങൾ, സമ്മർദ്ദങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. സ്തോത്രം. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ബന്ധനങ്ങളിലേക്ക് രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ. അവരുടെ ഭാവി ജീവിതം, വിദ്യാഭ്യാസം, വിവാഹം നടക്കട്ടെ. ആ തടസ്സം മാറട്ടെ. പഠനത്തോളമുള്ള ജോലികൾ ലഭിക്കട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. എല്ലാ തടസ്സവും മാറട്ടെ. അപ്പോൾ ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പഠന വൈകല്യങ്ങൾ മാറട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. തലമുറകൾക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അവരുടെ പഠനത്തിന് വേണ്ട നന്മകൾ ഒരുങ്ങപ്പെടട്ടെ. ലോണുകൾക്കായി കാത്തിരിക്കുന്നവർ നീക്കുപോക്കുണ്ടാകട്ടെ. ആ നന്മ കരങ്ങളിൽ ലഭിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. സ്വന്തം ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബജീവങ്ങളെ തകർത്ത് കളയുന്ന സകല വെല്ലുവിളികളും ദുഷ്ടമനുഷ്യരുടെ വ്യാപാരങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ. ആമേൻ. തൊഴിലില്ലായ്മകൾ മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. ആ രാജ്യങ്ങൾക്കകത്ത് ജോലി ഉണ്ടാകട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കഠിനപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. സ്തോത്രം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുവേ, മനസ്സലിയണം. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും.
വലിയ സാക്ഷ്യത്തിനാണ് ഒരുങ്ങും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോയില്ല ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.